PSC പഠന രംഗത്തുള്ള മിക്ക ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇത്തവണത്തെ LD ക്ലർക്ക് പരീക്ഷയുടെ അപേക്ഷകരിലുണ്ടായ എണ്ണക്കുറവ്. അതിൻ്റെ കാരണം വിശദീകരിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപക്ഷെ നമ്മളിൽ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. സത്യത്തിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ എണ്ണക്കുറവ് ഉണ്ടായതുകൊണ്ട് വല്ല കാര്യവും ഉണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായമുള്ളവരുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ തവണ 1,00,000 പേരോട് മത്സരിച്ച സ്ഥാനത്ത് ഇത്തവണ 75,000 പേരോടെ മത്സരിക്കേണ്ടതുള്ളൂ എന്നൊരു കണക്ക് പറയാമെന്നല്ലാതെ മറ്റു നേട്ടങ്ങളൊന്നുമില്ല. അതിനുള്ളൊരു കാരണം പറയാം. ഇത്തവണ അപേക്ഷകർ കുറയാനുള്ള പ്രധാനപ്പെട്ട 1-2 കാരണങ്ങൾ പരീക്ഷാ രീതിയിലും ചോദ്യങ്ങളിലും വന്ന മാറ്റങ്ങളും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് കോമ്പറ്റീഷൻ വളരെയധികം കൂടി. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഏതൊരു പരീക്ഷയ്ക്കും നന്നായി പരിശ്രമിക്കാതെ ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവുമാണ്. മുൻകാലങ്ങളിലൊക്കെ PSC എക്സാം എന്ന് പറയുമ്പോൾ കുറച്ച് GK മാത്സും അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ച് പോയി പരീക്ഷ എഴുതുന്ന ഒരു രീതിയായിരുന്നു മിക്ക ആൾക്കാർക്കും. ആ ഒരു കാലമൊക്കെ പോയി. വെറുതെ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് പോയി പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ മത്സരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരായിരിക്കും ഇത്തവണ അപേക്ഷിക്കാതിരുന്നതിൽ ഭൂരിഭാഗം പേരും. നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മത്സരിക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു 50,000 ആൾക്കാരുണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്കവർ ഒരിക്കലും ഒരു വെല്ലുവിളിയാവില്ല. കാരണം 50,000 അല്ലെങ്കിൽ 1,00,000 പേരോ അപേക്ഷിച്ച പരീക്ഷയാണെങ്കിൽ അത്യാവശ്യം നിയമനം നടക്കുന്നെങ്കിൽ നമ്മളൊരു 300-500 റാങ്കിനുള്ളിൽ എത്തിയാൽ മാത്രമേ നമുക്കൊരു ജോലി ഉറപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിജയം നേടണമെങ്കിൽ അപേക്ഷകരുടെ എണ്ണം എത്ര തന്നെ ആയിക്കഴിഞ്ഞാലും അവരെയൊക്കെ പിന്തള്ളി മുന്നേറിയാലേ പറ്റൂ. ഈ 1,00,000 പേരിൽ തന്നെ വെറുതെ അപേക്ഷിച്ച് പഠിക്കാതെ പരീക്ഷ എഴുതുന്നവരുണ്ടാവും. അതുപോലെ തന്നെ പഠനത്തിലെ തുടക്കക്കാരുണ്ടാവും. കുറച്ച് നാളുകളായി പഠിച്ച് പഠനത്തിലൊരു ഏവറേജുകാരനുണ്ടാവും. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. ഇക്കൂട്ടത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞവരോടായിരിക്കും ഒരു റാങ്കിന് വേണ്ടി നമ്മൾ മത്സരിക്കേണ്ടി വരിക. അത് ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 15,000 ആൾക്കാരൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മളൊരിക്കലും ഏതൊരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അപേക്ഷകരുടെ എണ്ണം ഓർത്ത് ആകുലപ്പെടേണ്ടതില്ല. മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മികച്ചൊരു റാങ്ക് നേടാനുള്ള പരിശ്രമം നടത്തുക. കഷ്ടപ്പെട്ട് പഠിച്ചവരാരും വിജയം നേടാതിരുന്നിട്ടില്ല. ഈ ഒരു വർഷക്കാലയളവിൽ ഒട്ടേറെ പരീക്ഷകൾ നമുക്ക് വരാനുണ്ട്. അതിൽ ഒരു ജോലി നേടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. പരിശ്രമിച്ചാൽ വിജയം സുനിശ്ചിതം.